Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കാരാട്ട് കുറീസ് ധനക്ഷേമനിധി തുടങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിക്ഷേപകരെ വഞ്ചിച്ചു മുങ്ങിയ സംഭവത്തിൽ ഡയറക്ടറും ഇരയായതായി ആരോപണം. ധനക്ഷേമനിധിയുടെ ഡയറക്ടറായിരുന്ന സീരിയൽ നടൻ കൂടിയായ ഹരീന്ദ്രൻ നായരാണ് താനും തട്ടിപ്പിന് ഇരയായവരിൽ പെടുമെന്ന് പറഞ്ഞത്. നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരീന്ദ്രൻ നായർ 2 മാസം മുൻപ് തന്നെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞിരുന്നതായി വെളിപ്പെടുത്തിയത്. 2019 കമ്പനിയുടെ ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ധനക്ഷേമ നിധിയിലെത്തുന്നത്. തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമകളായ സന്തോഷ് കുമാർ, മുബഷിർ എന്നിവർ ഹരീന്ദ്രന്റെ വീട്ടിലെത്തി ഡയറക്ടറാവാൻ ക്ഷണിക്കുകയായിരുന്നു. തുടർന്ന് 2 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ഇടുകയും 2 ലക്ഷം രൂപ പണമായി നൽകുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നുവെങ്കിലും ധനക്ഷേമ നിധിയുടെ കീഴിൽ തുടങ്ങിയിരുന്ന കരുളായിലെ സ്കൈസോൺ എന്ന സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ജോലികളും ചെയ്തിരുന്നു. അതേസമയം ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിയാക്കുകയോ ചെയ്തിരുന്നില്ല. 4 മാസം മുൻപ് സ്ഥാപനത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ട് ഡയറക്ടർ പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഉടമകളോട് പറഞ്ഞിരുന്നു. തുടർന്ന് നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തരാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ഹരീന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചു. എന്റെ അക്കൗണ്ടുകൾ ഇന്ന് എന്റെ അക്കൗണ്ട്, എന്റെ അച്ഛന്റെ അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട്, എന്റെ ഫാമിലി അക്കൗണ്ട്, ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഇതിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞ ഇതിൽ നിന്ന് ഞാൻ ഒരാളെടുത്ത് പോലും ഫസ്റ്റ് കാര്യം പൈസ പിരിക്കാനോ ഇവരൊരു മീറ്റിങ്ങുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ്. അത് ഞാൻ നിലനിൽക്കാൻ നമുക്ക് അനുവാദം ഇല്ലാത്ത പോലെയാണ്. ഞാൻ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആരോടും പൈസ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പൈസ പിരിക്കാനോ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. മാത്രമല്ല എന്റെ ചെക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടുന്ന് ഇവരതൊക്കെ. പിന്നെ നമുക്ക് ഒരാളില്ലാതെ ആയി കഴിഞ്ഞാൽ മറ്റൊരാളെ പിടിക്കുക എന്ന് പറയാൻ എളുപ്പം തന്നെ. മറ്റൊരാളെ പിന്നാലെ പോകുമല്ലോ. നിലവിലുള്ള ജോലിക്കാരെ പ്രയാസം എന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച ഞാൻ ഈ മാനസികതയ്ക്ക് ഇത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ജോലിക്കാരെന്ന് പറഞ്ഞാൽ അവർ വെറും ജോലി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എന്റെ ഷോപ്പിൽ 6 ജോലിക്കാരല്ല, 7 ജോലിക്കാർ. ആ 7 ഞാനാണ്. കാരണം ഇന്ന് ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇന്ന് ഈ സീരിയൽ നടന്നാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും അവർ സീരിയൽ കാണുമ്പോൾ ഈ മുഖമല്ല. ഏകദേശം 2-3 വർഷത്തെ എന്റെ അധ്വാനാണ് എന്റെ ഈ ശരീരം. അതെനിക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയും അധ്വാനിച്ചിട്ട് അവരെ പോലെ ജോലി ചെയ്തിട്ട് നിൽക്കുന്നത്. ഡ്രൈവർ പണിയെടുക്കും. കാരണം അത്രയും ലാഭകരമുള്ള കടയില്ല, നഷ്ടത്തിലുള്ള കടയാണ് ഇപ്പൊ നമുക്കൊരു നിലവിലുള്ള ഞാൻ നോക്കുന്ന സ്കൈസൺ സൂപ്പർ മാർക്കറ്റ്. അതിന് കച്ചവടമായി വരണം. അപ്പൊ തന്നെ ഇവരെ അനുബന്ധപ്പെട്ട കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് തന്നെ ഒരു പ്രശ്നം വരും. നമുക്കിപ്പോ നിലവിലുള്ള കരുളായിലാണ്. പിന്നെ ഇപ്പോ ഈ ഇങ്ങനത്തെ ഒരു വാർത്താ പരിപാടികൾ ഈ ജോലിക്കാർക്ക് ഉണ്ടായ അവസ്ഥകൾ ശരിയാണ്. ജോലിക്കാർക്ക് രോഷം ഉണ്ടായിരിക്കും. കാരണം അവരെ സ്വന്തം ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആഭരണങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. സ്വാഭാവികമായിട്ട് അവർ വീട്ടിലും കയറാൻ പറ്റില്ല. ഇതൊക്കെ ഇവര് വിശ്വസിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്നാ ഇവർ ഈ ആഭരണങ്ങളും സ്വർണ്ണങ്ങളും ഊരി കൊടുത്തു എന്ന് പറയണതിൽ ഞാനില്ല. ആരുടെ കയ്യിൽ നിന്ന് തുറന്നിട്ടാ പറയുന്നത്, ആരുടെ കയ്യിൽ നിന്ന് ഒരു ആഭരണം പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാത്തിനും എല്ലാ വാർത്തകളും കഴിയുന്ന പ്രശസ്ത സീരിയൽ നടൻ അല്ല. തുടക്കകാലം മുതൽ ഈ അവസാന ഈ സമയങ്ങളിൽ വരേക്ക് ഞാൻ അതിന്റെ അറിയില്ല. അതെ, ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു എന്നേ ഉള്ളൂ. ഒഴിഞ്ഞിട്ട് ഇപ്പൊ കറക്റ്റ് 2 മാസമായി. നോക്കി 2 മാസം കഴിഞ്ഞു. ഒഴിയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴിയണം എന്ന് തോന്നിയത് ഇപ്പല്ല, ഇതിനു മുമ്പേ തോന്നിയിട്ടുണ്ട്. തനിക്ക് കാരാട്ട് കുറീസുമായി ഒരു ബന്ധവുമില്ലെന്നും സഹോദര സ്ഥാപനമായിരുന്ന ധനക്ഷേമ നിധിയുടെ മാത്രം ഡയറക്ടറായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനക്ഷേമ നിധിക്ക് മറ്റു ബ്രാഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെയും കയ്യിൽ നിന്ന് പണമോ നിക്ഷേപങ്ങളോ താൻ സ്വീകരിച്ചിട്ടില്ല. തന്റെ നിക്ഷേപത്തിന് തുടക്കത്തിൽ പ്രതിഫലം നൽകിയിരുന്നെങ്കിലും പിന്നീട് അതും നിലച്ചു. കരുളായിൽ പ്രവർത്തിക്കുന്ന സ്കൈസോൺ എന്ന സൂപ്പർ മാർക്കറ്റ് തന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമായി നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീപാവലി കാലത്ത് പണം കൊടുക്കാനുണ്ടായിരുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്ഥാപനത്തിന്റെ അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന പണമെല്ലാം ഉടമകൾ അവരുടെ അക്കൌണ്ടിലേക്ക് ആരുമറിയാതെ മാറ്റിയിരുന്നു. തുടർന്ന് ബാങ്കുമായി ഇടപെട്ട് പണം പിൻവലിക്കാനുള്ള ഉടമകളുടെ അവകാശം ഉടമകളുടെ സമ്മതത്തോടെ തന്നെ ഇല്ലാതാക്കി. 10 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നിലവിൽ ഈ സ്ഥാപനത്തിനുള്ളത്. ഇത് നന്നാക്കിയെടുക്കുമെന്നും സ്ഥാപനം അടച്ചുപൂട്ടില്ലെന്നും ഹരീന്ദ്രൻ വിശദീകരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.